നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു ഫലങ്ങൾ കണക്കാക്കുന്ന ഈ സീരീസിൽ ഇന്ന് നമുക്ക് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 2025 വിഷുഫലമാണ് നോക്കാനുള്ളത്. പൂരുരുട്ടാതി നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ മുക്കാൽ ഭാഗം കുംഭക്കൂറിലും അവസാന പാദം മാത്രം മീനക്കൂറിലുമാണ് വരുന്നത്. നമ്മൾ സംക്രമ നക്ഷത്രം, ആ സമയത്തുള്ള തിഥീകരണം, നിത്യയോഗം തുടങ്ങിയവയെ ആസ്പദമാക്കിയാണ് വിഷുഫലം കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ആ സമയത്ത് ഉള്ള ഗ്രഹസ്ഥിതികളും കണക്കിലെടുക്കാറുണ്ട്. അതോടൊപ്പം ആയം, വ്യയം, കന്തായം തുടങ്ങിയ ഘടകങ്ങളും പറയാറുണ്ട്. നമുക്ക് വിഷുഫലം നോക്കാം. മീനശനി, ഇടവ വ്യാഴം, കൊല്ലവർഷം 1200, മേടമാസം 1-ാം തീയതി പുലർച്ചയ്ക്ക് മുമ്പ് 7:25 വിനാഴികയ്ക്ക്. ചോതി നക്ഷത്രം തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും ചേർന്ന സമയം മേടവിഷു സംക്രമം. 2025 ഏപ്രിൽ 14-ാം തീയതി ഉദയത്തിന് മുമ്പ് 3:21 വിഷു സംക്രമം നടന്നത്. അതായത് 3:21 AM. ഈ വർഷത്തെ വിഷു സംക്രമ നക്ഷത്രത്തെ ആസ്പദമാക്കി നോക്കുമ്പോൾ പൂരുരുട്ടാതി നക്ഷത്രക്കാർ മധ്യശൂലം എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ 6 ഗ്രൂപ്പായിട്ട് നക്ഷത്രങ്ങളെ തിരിച്ചിട്ടുണ്ട് സംക്രമ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ചോതി സംക്രമ നക്ഷത്രമായതുകൊണ്ട് മധ്യശൂലം എന്ന വിഭാഗത്തിലാണ് പൂരുരുട്ടാതിക്കാർ ഉൾപ്പെടുന്നത്. ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ആദിഷട്കം, മധ്യഷട്കം, അന്ത്യഷട്കം, ഇങ്ങനെയാണ് 6 ഗ്രൂപ്പായിട്ട് നക്ഷത്രങ്ങളെ തിരിക്കുന്നത്. അതിൽ ഈ ശൂലം എന്ന് അവസാനിക്കുന്ന ഗ്രൂപ്പിൽപ്പെടുന്നവർക്ക് ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം വളരെ അനുകൂലമായ വിഷുഫലങ്ങളല്ല അവർക്ക് ഉണ്ടാകുന്നത്. കാര്യതടസ്സം ഉണ്ടാകാം, പല കാരണങ്ങൾ കൊണ്ട് മനോദുഃഖം അനുഭവപ്പെടാം. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം, മൃഗങ്ങളെ കൈകാര്യം ചെയ്യുക ഒക്കെ ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാൽക്കാലികൾ, വാഹനങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുമ്പം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ സാഹസ പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ സാമ്പത്തികമായ കാര്യങ്ങളിലും നല്ല കൃത്യതയും കരുതലും ഉണ്ടായിരിക്കണം. ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നക്ഷത്രപ്രകാരമുള്ള വിഷുഫലം നോക്കുമ്പം പലതരം സമ്മർദ്ദങ്ങളിൽ അവർ പോകേണ്ടി വരും. പലപ്പോഴും ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിലായിരിക്കും മറ്റുള്ളവർ പെരുമാറുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സഹതാപമോ അല്ലെങ്കിൽ ഒരു അനുതാപമോ ഒന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകാം. മാത്രമൊന്നും അല്ല, പൂരുരുട്ടാതിക്കാർക്ക് ഈ ഒരു സമയത്ത് എടുത്തിയാട്ടം മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അലസത അനുഭവപ്പെടാം. പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. പ്രതിഫലം വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാകാം. ജോലിയൊക്കെ ഉള്ളവർക്ക് അർഹമായ സ്ഥാനക്കയറ്റം കിട്ടാത്തതിൻ്റെയും ശമ്പളം ആവശ്യത്തിന് കിട്ടാത്തതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടാം. സാമ്പത്തികമായിട്ട് വളരെ കരുതൽ വേണം. അതുപോലെ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോലുള്ള കാര്യങ്ങൾ, അതായത് സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പം വളരെ ശ്രദ്ധ വേണം. ചെറിയ ഒരു അശ്രദ്ധ അപകടത്തിലേക്ക് നയിക്കാം. അതുപോലെ തന്നെ നമുക്ക് സംശയമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വളരെ വിശ്വസ്തരായ ആളുകളോട് ഒരു ഉപദേശം തേടുക. അല്ലെങ്കിൽ ആ രംഗത്ത് അറിവുള്ള നല്ല ആളുകളോട് ഉപദേശം തേടിയ ശേഷം മാത്രം ആ കാര്യത്തിൽ ഇടപെടുക. പിന്നെ വീട്ടിലുള്ള വാർദ്ധക്യം ബാധിച്ച ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ ബാധിക്കാനിടയുണ്ട്. ആത്മീയമായ താല്പര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഗ്രഹസ്ഥിതി കൊണ്ടുള്ള ഫലം നോക്കാം. പുതിയൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സുഹൃത്ത് ബന്ധം ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തും. ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനുമൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചാലും ആരോപണങ്ങൾക്ക് വിധേയനാകാം. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നില്ല എന്നീ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നേക്കാം. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ അപവാദങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. മുൻകോപം നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകണം. എടുത്തു ചാടിയിട്ട് കാര്യമില്ല. കാരണം ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്.
ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. മാതാവിന് ദേഹാസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ചില ഗുണഫലങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരല്പം കൂടിയ തുക കയ്യിലേക്ക് വരാൻ സാധ്യത ഉണ്ട്. ജാതകത്തിൽ കൂടെ വ്യാഴവും സൂര്യനുമൊക്കെ അനുകൂലമാണെങ്കിൽ അത് കയ്യിലേക്ക് എത്തിച്ചേരും. യാത്രകൾ ചെയ്യേണ്ടി വരും. സഹോദര സ്ഥാനത്തുള്ളവർ അവരുടെ പല പ്രവൃത്തികളും നമുക്ക് മനപ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള ചില ആഡംബര വസ്തുക്കളോ അല്ലെങ്കിൽ പുതിയൊരു വാഹനമൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്, യോഗവുമുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചാൽ സാധിക്കുന്നതാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ഫലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വിവാഹത്തിലേക്ക് എത്തിയില്ലെങ്കിലും വീട്ടുകാരുടെയൊക്കെ എതിർപ്പുകൾ കുറഞ്ഞു വരാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നക്ഷത്ര പ്രകാരമുള്ള ഫലവും ഗൃഹസ്ഥിതി ഫലവും. ഇനി പൂരുട്ടാതിക്കാരുടെ ആയം, വ്യയം, കന്തായം തുടങ്ങിയ ഫലങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ആയം എന്ന് പറഞ്ഞാൽ ധനവരവ്, വ്യയം എന്ന് പറഞ്ഞാൽ ധനച്ചെലവ്, കന്തായം എന്ന് പറഞ്ഞാൽ ഓരോരോ സമയക്രമത്തിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ. പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറിലാണ് വരുന്നത്. കുംഭക്കൂറിൻ്റെ ആയം 8ഉം വ്യയം 14ഉമാണ്. അതുകൊണ്ട് ധനവരവ് കുറവും ധനച്ചെലവ് കൂടുതലുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ പെട്ടെന്ന് പൈസ ചിലവാക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ആവശ്യത്തിന് വേണ്ടി ആകാം. പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം മീനക്കൂറിലാണ് വരുന്നത്. മീനക്കൂറിന് ആയം 5ഉം വ്യയം 5ഉമാണ്. അതുകൊണ്ട് വരവും ചെലവും തുല്യമായിരിക്കും. ഇനി കന്തായ ഫലം നോക്കുമ്പോൾ പൂരുട്ടാതിക്കാർക്ക് 5, 2, 0 ആണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം മനസ്സിന് സന്തോഷകരമായ അനുഭവങ്ങളും മംഗളകർമ്മങ്ങളിലുള്ള പങ്കെടുക്കാനുള്ള അവസരങ്ങളും സാമാന്യം നല്ല ധനലാഭവും ഉണ്ടാകും. ചിങ്ങം മുതൽ 4 മാസം ശരാശരി സുഖം, ശരാശരി ധനലാഭം ഇവയായിരിക്കും അനുഭവപ്പെടുന്നത്. ധനു മുതൽ 4 മാസം ശരാശരി ധനലാഭം, മനസ്സിന് അതൃപ്തി ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങൾ തുടങ്ങിയവ ഫലമാകുന്നു. വഴിപാടുകളെപ്പറ്റി നോക്കുമ്പോൾ പൂരുട്ടാതി നക്ഷത്രക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത് വിഷ്ണു പ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്. ബുധദശയോ ശുക്രദശയോ ചന്ദ്രദശയോ ആണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാൽപ്പായസം സമർപ്പിക്കുക. ഇനി പക്കപ്പിറന്നാൾ പോകാൻ പറ്റിയില്ലെങ്കിലും പിറന്നാൾ ദിവസമെങ്കിലും ഒരു പാൽപ്പായസം കൊടുക്കുക. അത് പാൽപ്പായസം കൊടുത്തില്ലെങ്കിൽ തുളസിമാലയോ വെണ്ണയോ എന്ത് സമർപ്പിച്ചാലും മതിയാവും. മഹാഗണപതി ഭജനം നടത്തുന്നത് ഉത്തമമാണ്. തടസ്സങ്ങൾ മാറാൻ നല്ലതാണ്. പൂർണ്ണമായിട്ട് നോക്കുമ്പം ഗുണഫലങ്ങളെക്കാൾ കൂടുതൽ അല്പം വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗണപതിയെ കൂടെ ഭജിക്കുന്നത് നല്ലതാണ്. ഗണപതിക്ക് കദളിപ്പഴം നേദിക്കുന്നത് ഉത്തമമാണ്. വിദ്യാർത്ഥികൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൂടെ പ്രാർത്ഥിക്കുക. ശനിയുടെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക. ഇതാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 2025 വിഷുഫലം. ഇപ്പോൾ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.